ഹലോ എവ്രി വൺ, ഇത് സൺഡേ വ്ളോഗാണ്, മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് ബിസിയുള്ള ഡേ ആയിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ദോശയ്ക്ക് വെള്ളച്ചമ്മന്തി അരയ്ക്കാൻ പച്ചമുളക് എടുത്തപ്പോൾ കൂടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വെച്ചു. കാരണം കാർത്തിക്കിന് ഈ വെള്ളച്ചമ്മന്തിയിൽ എരിവ് കൂടിയാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ കൃതിക വന്നിട്ട് എനിക്കൊരു ടാസ്ക് വന്നു. ഈ ഒരു ഹാൻഡ് കർച്ചീഫ് ചേട്ടൻ്റെ പഴയ പേഴ്സാണ് കേട്ടോ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. അത് കൃതികയ്ക്ക് കളിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ കൃതികയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാൻഡ് കർച്ചീഫ് ഞാൻ എങ്ങനെയെങ്കിലും മടക്കി കറക്റ്റ് ആയിട്ട് അതിൽ വെക്കണം. പക്ഷെ അത് അതിൽ ഫിറ്റ് ആവുന്നില്ലായിരുന്നു. കുറെ നേരം കരഞ്ഞു. പിന്നെ ഞാൻ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും തീർപ്പും ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിച്ച് കൃതിയെ സെറ്റിലാക്കിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ നമ്മുടെ ചുമല, അതായത് മുളക് പൊടി ഇട്ട ചമ്മന്തിയായിരുന്നു കൂടുതൽ അരയ്ക്കുന്നത്. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ അവിടെയാണ് ഈ വെള്ളച്ചമ്മന്തി കൂടുതൽ അരച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി ഇപ്പൊ സ്ഥിരം ഇതാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇതാകുമ്പോൾ വെള്ളയാണ് കളറ്, വൈറ്റ് ആണ്, നമുക്ക് എരിവില്ലെന്ന് പറഞ്ഞിട്ട് പിള്ളേരോട് പറയാം. ചുമലയാകുമ്പോൾ അവർ വിചാരിക്കും ഭയങ്കര എരിവാണെന്ന് വിചാരിച്ചിട്ട് അവർ ചിലപ്പോൾ കഴിക്കാൻ മടി കാണിക്കും. ഇതിപ്പോൾ കാർത്തികിന് ഹൃദയക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ഇഞ്ചി ചരണ്ടുമ്പോഴേ നമ്മുടെ മുഖം, അല്ല എൻ്റെ മുഖം സാധാരണ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെയാണ് ആവുന്നത്. എല്ലാവരുടെയും മുഖം അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പോലും അറിയത്തില്ല എൻ്റെ ഫേസിന് എന്താ ഇത്ര എക്സ്പ്രഷനൊക്കെ ഇഞ്ചി ചരണ്ടുമ്പോൾ വരുന്നതെന്ന്. അങ്ങനെ പിന്നെ ഇതാ പെട്ടെന്ന് നമ്മുടെ സുജാതയിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സുജാതയുടെ ക്യാപ്പ് രണ്ട് സെറ്റായിട്ടാണ് വരുന്നത്. അപ്പം അത് കുറച്ച് ക്ലീൻ ചെയ്യാൻ പാടാണ് കേസ്. അതുകൊണ്ട് ഞാൻ സുജാതയുടെ മിക്സിക്ക് പ്രീതിയുടെ അടപ്പ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്തു. അത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, രണ്ടും നല്ലതാണ്. അങ്ങനെ പെട്ടെന്ന് ചമ്മന്തിയൊക്കെ അരച്ചു. പിന്നെ ഇന്ന് വെയിൽ, അതായത് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വെയിൽ ചൂടൻ വീണ്ടും വന്നു. അപ്പോൾ ആ ഒരു ആവശ്യത്തിലെ മുഴുവൻ തുണി ഉണക്കാനിട്ടത്. അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. പണി എന്താണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ അവർക്ക് ഞാൻ കട്ടൻ ചായ തിളപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നടന്ന് പോയ കൂട്ടത്തിൽ എൻ്റെ കാല് ഒരിടത്ത് ഇടിച്ച് ഞാൻ വീഴാൻ പോയി. എൻ്റെ പാൻസ് താഴെ കീറിപ്പോയി ഗൈസ്. അങ്ങനെ പണിക്കാർക്ക് കട്ടൻ ഇട്ട സമയത്ത് ഞാൻ അച്ഛനും കൂടെ കുറച്ച് കട്ടൻ ചായ ഇട്ടു. അപ്പോൾ കാർത്തിക് പറഞ്ഞു എനിക്കും വേണം കട്ടൻ ചായ. അവൻ വിചാരിക്കുന്ന എന്തോ ഭയങ്കര വലിയ പണിയാണ് വീട്ടിൽ നടക്കുന്നതെന്ന്. ഇതാണ് ഗൈസ്, നമ്മുടെ വഴിയെല്ലാം മഹാ ബോറായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവിടെ കുറച്ച് സംഭവം ലോഡൊക്കെ ഇറക്കി അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കൃതി എന്തായാലും പാറുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം ചെയ്ത് വെക്കാമെങ്കിൽ വൈകിട്ട് എനിക്ക് അത്രയും ജോലി കുറയുമല്ലോ. ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ നെക്സ്റ്റ് വാഷ് ബേസിനും കൂടെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ വീഡിയോയും കൂടെ എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം അടുത്ത വീഡിയോ, ഇതിൻ്റെ ബാലൻസ് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ.